അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മളെക്കാൾ മുമ്പേ ആരുണ്ട് ഇവിടെ? ശൈത്താൻ ഉണ്ട്. അപ്പൊ ശൈത്താൻ ചോദിച്ച് എന്താണെന്നറിയോ? ശൈത്താൻ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിച്ച 2 കാര്യങ്ങളുണ്ട് ഭൂമിയിൽ. അത് നമുക്ക് നല്ലോണം തിരിച്ചറിയണം. എന്താ ചോദിച്ചത്? എന്താ ഞാൻ പറഞ്ഞത്? ശൈത്താൻ ചോദിച്ചു വാങ്ങിച്ച 2 കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ആര് കാണും ഇവിടെ? ശൈത്താൻ കാണും. ശൈത്താൻ കാണും. മനുഷ്യൻ ഈ ലോകത്തുള്ള കാലത്തോളം ആരും കാണും? ശൈത്താനും കാണും. അപ്പൊ ശൈത്താൻ നമ്മുടെ ശത്രുവാണോ മിത്രമാണോ? ശത്രു. ഈ ശൈത്താൻ ചോദിച്ചു വാങ്ങിച്ച 2 സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ അറിയണം. ഒന്ന് ഏതാണെന്നറിയോ? അവന് താമസിക്കാൻ ഒരു വീട്, താമസിക്കാൻ ഒരു വീട്, വിശ്രമിക്കാൻ ഒരു സ്ഥലവും. താമസിക്കാൻ ഏറ്റെടുത്ത സ്ഥലമാണ് ബാത്റൂം. ആരുടെ വീടാണ്? ആരുടെ വീടാണ്? ശൈത്താന്റെ വീടാണ്. ഏത് സ്ഥലം? ബാത്റൂം എന്ന് പറഞ്ഞാൽ, ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ കക്കൂസ് പോലെ കെട്ടിയതായിരിക്കണം എന്നില്ല. വെളി സ്ഥലത്ത് പോയാലും മൂത്രം ഒഴിക്കാൻ എവിടെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന സ്ഥലം? നമ്മളിപ്പോ റോഡിലൂടെ പോകുമ്പോൾ റോഡിന്റെ നടുക്കൊന്ന് മൂത്രം ഒഴിക്കുവോ? ഇല്ലല്ലോ. എവിടെങ്കിലും ആളുകളെ കാണാൻ മൂത്രം ഒഴിക്കുവോ? നമ്മൾ ഏതെങ്കിലും ഒരു മറഞ്ഞ സ്ഥലം, ബാത്റൂം ഇല്ലാത്തെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് ഒരു ചെറിയ മറഞ്ഞ സ്ഥലം. അപ്പൊ ആ സ്ഥലം ആർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാ? ശൈത്താൻ താമസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ്. അപ്പൊ ശൈത്താന്റെ പണി എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശൈത്താന്റെ പണി എന്താന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിലേക്ക് എത്തിക്കാം. അപ്പൊ ശൈത്താന്റെ വീടാണ് ഏത്? ബാത്റൂം അല്ലേ? അപ്പൊ ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പണി എന്താണെന്നറിയോ? മനുഷ്യന്റെ നഗ്നത കാണല. എന്താ കാണല എന്ന് പറഞ്ഞാൽ ഔറത്ത് കാണല. ആർക്ക് ഇഷ്ടമാണ്? ശൈത്താന് ഭയങ്കര സന്തോഷമായി. ശൈത്താന് ഏത് കാണല? ഔറത്ത് കാണല്. അതുകൊണ്ടാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു ദുആ പഠിപ്പിച്ചു. നമ്മൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്തു. ആ ദുആ എന്താണെന്ന് വെച്ചാൽ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൽ ഖുബുസി വൽ ഖബായിസ്. കണ്ടോ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി. ഒരു ബിസ്മില്ല അവിടെ വന്നില്ലയോ? അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നോ? അവിടെ എന്തേ വന്നുള്ളൂ? ബിസ്മി എത്ര പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്? ഒരാൾ ചോദിക്കുകയാണ്, ഖുർആനിൽ ബിസ്മി എത്ര പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മറുപടി വേണ്ടേ? അപ്പൊ 3-ാമത്തെ ചോദ്യം, 114 സൂറത്തിലും ഉണ്ട്. ഒരു സൂറത്തിൽ 2 എണ്ണം വന്നിട്ട് ഒരു സൂറത്തിൽ ബിസ്മി ഇല്ല. അതല്ലേ? ഞാൻ അതല്ല ചോദിച്ചത്. 114 സൂറത്തിലും ബിസ്മി ഓതൽ നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ആയത്തായിട്ട് നോക്കിയിട്ടില്ല. ഫാത്തിഹയിൽ മാത്രമേ ആയത്തായിട്ട് എണ്ണിയിട്ടുള്ളൂ. നിങ്ങൾ നോക്കണം. ഏതിൽ മാത്രമേ? ഫാത്തിഹയിൽ മാത്രമേ 7 ആയത്തിൽ ഒരായത്ത് എന്താണ്? ബിസ്മിയാണ്. ബാക്കി എല്ലാ സൂറത്തിലും എന്തല്ല? ആയത്തല്ല. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. ബിസ്മില്ലാന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും 2 പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്? അത് നിങ്ങൾക്ക് കണ്ട. അതെന്ന് പറഞ്ഞാൽ ഒരു ബിസ്മില്ല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിന്റെ കഥ പറഞ്ഞപ്പോഴാണ് അവിടെ പറഞ്ഞത് ബിസ്മില്ലാഹി മജ്ലിഹ. ഓർമ്മ വന്നല്ലോ? ഒരു ബിസ്മില്ല അവിടെ ഇല്ല. ഇപ്പൊ പഠിച്ചില്ലേ ഒരു ബിസ്മില്ല? അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടോ? എന്തേ ഉള്ളൂ? അപ്പൊ ഒരു ബിസ്മില്ല മാത്രം പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രക്ഷപ്പെടാം, വിജയിക്കാം. ബിസ്മില്ല കൊണ്ട് അത് നമ്മളെ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കും. നല്ലത് ചെല്ലാം ബിസ്മില്ല, നല്ലത് ചെയ്യാൻ ബിസ്മില്ല, നല്ലൊരു വാക്യം ബിസ്മില്ല, നമുക്ക് ചെല്ലാം ബിസ്മില്ല, ആദ്യം മൊഴിയാൻ ബിസ്മില്ല, ആരംഭിക്കാൻ ബിസ്മില്ല, മൊഴിയാൻ ബിസ്മില്ല, ആരംഭിക്കാൻ ബിസ്മില്ല, തീനും കുടിയും ബിസ്മില്ല, തുടക്കമേതിനും ബിസ്മില്ല. ഒരു ബിസ്മില്ല വന്നില്ലേ? ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ളായിട്ട് വന്ന് എവിടാന്നറിയോ? പൂർണ്ണ സൂറത്ത് നംലിൽ. ഏതാണ്? അല്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പറയുന്ന ചരിത്രം പറയുമ്പോഴേ ഹുദ്ഹുദ് എന്ന പക്ഷിയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിടുന്നുണ്ടില്ല. ആ കത്തിനകത്ത് എന്തുണ്ട്? ഏത് രാജ്ഞിയാ കത്ത് കൊടുത്തു വിട്ടത്? ബൽക്കീസ് രാജ്ഞിക്ക്. ഇല്ല, വലിയ സംഭവങ്ങളല്ലയോ? ഒരു പക്ഷിയുടെ കഥയൊക്കെ പറയുന്നില്ലയോ? അപ്പൊ ഒരു പക്ഷിയുടെ പവർ എന്താക്കാൻ മനസ്സിലാക്കണ്ടേ നമ്മള്? ഒരു ഉറുമ്പിന്റെ കഥ പറയുന്നുണ്ട് അതിനകത്ത്. അല്ലേ? സൂറത്തിന്റെ പേര് ഏതെന്താ? നംലെന്നാ. എന്താ അതിന്റെ അർത്ഥം? ഉറുമ്പെന്ന്. ഉറുമ്പിന്റെ ഒക്കെ ഒരുപാട് കഥകൾ നമ്മൾ അറിയാനല്ലേ?
ഈ ലോകത്ത് എന്തെല്ലാം അറിയാൻ കിടക്കും. നമ്മുടെ വല്ല പഠിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് നമ്മൾ മലക്കുകൾ പറഞ്ഞൊരു ദുആ ഓർക്കേണ്ടത്. ഏതാ മലക്കുകൾ പറഞ്ഞൊരു ദുആ? നമുക്ക് ഇൽമ് കിട്ടാൻ വേണ്ടി ഒരു ദുആ ഉണ്ട്. ഇൽമ് കിട്ടാൻ വേണ്ടി ഒരു ദുആ ഉണ്ട്. ഇൽമ് കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാം പഠിച്ചെന്നും പറഞ്ഞ് ഞെളിയാനുള്ള ഒരു അവകാശം ഇല്ലെന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ഏതാണെന്നറിയോ? മലക്കുകൾ പറഞ്ഞ ദുആ. ഏതാണ് മലക്കുകൾ പറഞ്ഞത്? നിങ്ങൾക്ക് അറിയാം. ഞാനിവിടെ ഓതി, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അതെപ്പോഴും ഓതണം. നമ്മള് പടച്ചവനോട് പറയണം, പടച്ചവനെ ഞങ്ങളുടെ ഒന്നുമില്ല, നീ അറിയിച്ചും നീ പഠിപ്പിച്ചും തന്ന അറിവല്ലാതെ